ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദാണ്. നമസ്കാരം. നമസ്കാരം മേഘ. ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഏറെ അലയടിച്ചിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, എന്തു തന്നെയായാലും ഇത്രത്തോളം ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും ഇപ്പോഴും ഇടത് ഹാൻഡിലുകൾ അവകാശപ്പെടുന്നത് തുടർ ഭരണം ഉണ്ടാകും എന്ന തരത്തിലാണ്. പക്ഷേ നമുക്ക് വ്യക്തമായി അറിയാം, തുടച്ചാലും മാച്ചാലും തീരാത്തത്ര ഭരണവിരുദ്ധ വികാരം നമുക്കിടയിലുണ്ട്. അപ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും മുൻവിധി ഉണ്ടാവുക, മുൻകൈ ഉണ്ടാവുക? മേഘ പറഞ്ഞ ഈ ഇൻട്രോയോട് ഞാൻ പൂർണ്ണമായും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. നമുക്ക് അങ്ങനെയൊക്കെ ഈ ഭരണവിരുദ്ധ വികാരം 2016 ഇത്ര ഉണ്ടായിരുന്നു, 2011 ഇത്ര ഉണ്ടായിരുന്നു, 2006 ഇത്ര ഉണ്ടായിരുന്നു, 2021 ഇത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കങ്ങനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പറയാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. 5 വർഷം പിറകിലേക്ക് മാത്രം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ 5 വർഷം പിറകിലേക്ക്, ഏറ്റവും അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതുപോലെയാണ്. അന്നും പല മാധ്യമങ്ങളും അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള എതിർ രാഷ്ട്രീയ ചേരിക്കാരൊക്കെ പറഞ്ഞിരുന്നത് ഇതാ വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നു. പക്ഷെ 2020 പിണറായി വിജയന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ 4 വർഷം പൂർത്തിയാക്കിയ ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സ്വീപ്പ് ഓഫ് വിക്ടറി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വലിയ വിജയമാണ് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDF ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയധികം ഭരണവിരുദ്ധ വികാരം അലയടിച്ചു നിൽക്കുന്നു, ഇതിന് സമാനതകളില്ല എന്നൊക്കെ പറയുന്ന മേഘയുടെ വാദത്തോട് പൂർണ്ണമായും വിയോജിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ടും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അത് പ്രതിപക്ഷത്തിന് ആക്കാവുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തന്നെയാണ്. അങ്ങനെ ആ നിലയ്ക്കെടുക്കുമ്പോൾ സമീപ ഭാവിയിലെങ്ങും മേഘ സൂചിപ്പിച്ച പോലെ അത്രയും സെൻസിറ്റീവായ ഒരു വിഷയം ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ, അത്രയും സെൻസിറ്റീവായ വിഷയം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ 2020 തെരഞ്ഞെടുപ്പിൽ നമ്മളത് പറയുമ്പോഴും ശബരിമല വിഷയം ഉണ്ടായിരുന്നു, യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇങ്ങനെ അല്ലെങ്കിൽ UDF സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗം ഉണ്ടാകുന്നു, ആ തരംഗത്തിന്റെ അടുത്ത പടിയായിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിവ് പോലെ ഇവിടെ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. 2016 പിണറായി വിജയന് അല്ലെങ്കിൽ CPM-ന് ഇടതുപക്ഷത്തിന് കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റ് പിടിച്ചുകൊണ്ട് 2021 ഭരണത്തിൽ വന്നതുപോലെ 2020 ഈ ശബരിമല വിഷയം, സ്ത്രീ പ്രവേശന വിഷയം നിൽക്കുമ്പോൾ തന്നെ, അതിന്റെ വലിയ അലയൊലികൾ കേരളമെമ്പാടും നിലനിൽക്കുമ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൂത്തുവാരുന്ന കാഴ്ച നാം കണ്ടു. 6 കോർപ്പറേഷനുകളിൽ, ഇപ്പൊ തൃശ്ശൂര് നമുക്ക് വേണമെങ്കിൽ നിലവിൽ സമനില എന്ന് പറയാമെങ്കിൽ 6 കോർപ്പറേഷനിൽ 4 കോർപ്പറേഷനുകൾ, അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിൽ വലിയ മേൽക്കൈയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അങ്ങനെ, ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ ആകെയുള്ള 14 ജില്ലാ പഞ്ചായത്തിൽ 11 ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് LDF ആ തെരഞ്ഞെടുപ്പിൽ അപ്രമാദിത്വം നേടിയത്. നമുക്ക് ഈ ചരിത്രമൊക്കെ വിട്ടിട്ട് ഇനി 2025 മാത്രം ഞാൻ അതിലൊരു സംശയം ചോദിച്ചോട്ടെ. 2016, 17, എനിക്കൊന്ന് 17 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു യുവതീ പ്രവേശനം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ 2020 വന്നപ്പോൾ ഇതിനെല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് കോവിഡ് മഹാമാരി വരുന്നു. ഇതിന്റെ മേൽ ആരോഗ്യ വകുപ്പ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു ശൈലജ ടീച്ചറിന്റെ നേതൃത്വത്തിൽ. എനിക്ക് തോന്നുന്നു ഈ ശബരിമല യുവതീ പ്രവേശനത്തിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് കോവിഡ് മഹാമാരി വരുന്നതും ശൈലജ ടീച്ചർ എന്ന കാർഡ് ഇറക്കുന്നതും. ഇതുപോലൊരു കാർഡ് ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നു എന്റെ വാദഗതികളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ ഘട്ടത്തിൽ മേഘ നടത്തുന്നത് എന്ന് കൃത്യമായിട്ട് ഞാൻ സമ്മതിക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശത്തെയും അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ജീവനാണല്ലോ ഏറ്റവും പ്രധാനം, വിശ്വാസം രണ്ടാമതാണ്. ജീവിച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു കാലഘട്ടങ്ങളിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. 2020 ഈ പറഞ്ഞ പോലെ കോവിഡ് ഭീതിക്കിടെ നടന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് നമുക്ക് പറയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും ആ നിലയ്ക്കാണ് നമ്മൾ കാണേണ്ടത്. അവിടെയൊക്കെ LDF സഹായിച്ചത് കൃത്യമായിട്ടും ആ മഹാമാരിയുടെ
ഒരു ഇമ്പാക്ട് കൃത്യമായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഒരു ഭരണാധിപൻ എന്ന നിലയിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയിരുന്നു എന്നും, അതുപോലെ ശ്രീമതി ടീച്ചറിന്റെ ഇടപെടലുകളൊക്കെ ക്ഷമിക്കണം ശൈലജ ടീച്ചറിന്റെ ഇടപെടലുകളൊക്കെ ആ നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും, ഈ പറഞ്ഞതുപോലെ ബാക്കിയെല്ലാ ശബരിമല വിഷയമടക്കമുള്ള ബാക്കി എല്ലാ പൊളിറ്റിക്കൽ കാർഡുകൾക്കും മുകളിൽ ട്രംപ് കാർഡായി വീശിയത്, ഇടതുപക്ഷം വീശിയത് അല്ലെങ്കിൽ വീശപ്പെട്ടത്, കളത്തിലിറക്കപ്പെട്ട കാർഡ് അത് കോവിഡ് കാർഡ് തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ നിലയ്ക്ക് തന്നെ കോവിഡ് എന്ന മഹാമാരി, ഞാനും മേഘയും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ അഭിമുഖീകരിച്ച ആ മഹാമാരി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ആ സർക്കാരിന്റെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ ആ നേതൃത്വത്തിന്റെ ഒക്കെ അവർക്ക് അനുകൂലമായ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇനി ഞാൻ 2025 വരികയാണ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അടുത്ത സമയങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് പ്രാദേശികമായ നിരവധി ഘടകങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ ഒരു ഞാനോ മേഘയോ താമസിക്കുന്ന ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഒരു വാർഡിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ചിലപ്പോ എങ്കിൽ പിന്നെ പിണറായി വിജയനെ വോട്ട് ചെയ്യണോ അല്ലെങ്കിൽ വി.ഡി. സതീശൻ അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിന് എന്ന നിലയിലായിരിക്കില്ലല്ലോ അത് പോകുന്നത്. അതിനപ്പുറത്ത് ഒരു പ്രാദേശിക സ്വഭാവം ഉണ്ടാകാം. അതൊരു വാർഡിലെ ആകട്ടെ, ഒരു പഞ്ചായത്തിലെ ആകട്ടെ, ഒരു മുനിസിപ്പാലിറ്റിയിലെ ആകട്ടെ, മൊത്തത്തിലത് ഒരു അപ്പൊളിറ്റിക്കലായ തെരഞ്ഞെടുപ്പ് എന്ന നിലയിലല്ല. രാഷ്ട്രീയമുണ്ട്, കൃത്യമായും രാഷ്ട്രീയം അതിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എങ്കിൽ പോലും ഒരു പരിധി വരെ അതിനൊരു പ്രാദേശിക സ്വഭാവം കൂടിയുണ്ട്. ആ പ്രാദേശിക സ്വഭാവം പരിഗണിക്കുമ്പോൾ തന്നെയും നമ്മുടെ കഴിഞ്ഞകാല ചരിത്രമൊക്കെ ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പുകളിലെയും ചരിത്രം പരിശോധിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ അതിന് എന്താ പറയാ, അതിന് ചരിത്രത്തിൽ ചില സമയങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നേർപതിപ്പായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പുകൾ മാറാതിരുന്നിട്ടുമുണ്ട്. അത് ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. എങ്കിൽ പോലും സാധാരണഗതിയിൽ നമ്മുടെ മുൻപിലുള്ള സമീപകാല ചരിത്രത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു സൂചനയാകാറുണ്ട്, ഒരു സൂചകമാകാറുണ്ട്. അപ്പൊ ആ നിലയ്ക്കാണ് നമ്മൾ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അത് നേരത്തെ മേഘ പറഞ്ഞ വാദത്തോട് ഞാൻ വീണ്ടും മറ്റൊരു പോയിന്റിലേക്ക് കൂടി യോജിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സ്വർണ്ണപ്പാളികളൊക്കെ ചെമ്പുപാളികളായ ഒരു വലിയ ദൈവത്തിന്റെ സ്വർണം കട്ട വലിയൊരു വിഷയം, അതൊരു വൈകാരിക വിഷയത്തിനപ്പുറത്ത് വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പത്മകുമാറിനെ പോലെ, വാസുവിനെ പോലെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ പോയൊരു സാഹചര്യമാണ്. കടകംപള്ളി സുരേന്ദ്രൻ പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന, അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ, സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ആ രാഷ്ട്രീയം പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം അതിനിടയിലേക്ക് വേണമെങ്കിൽ CPM-നെ അവതരിപ്പിക്കാവുന്ന, ഇടതുപക്ഷം അവതരിപ്പിക്കുന്ന മറ്റൊരു വിഷയം, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൂടി വോട്ട് ചോദിക്കുമോ UDF എന്ന ചോദ്യമാണ്. അതിനവർ എടുത്തു വെക്കുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചു പോയതാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ കോൺഗ്രസ് എന്താണ് പറയുന്നത്? ഞങ്ങൾ രാജിവെപ്പിച്ചു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. അങ്ങനെ ഔദ്യോഗികമായി അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും കോൺഗ്രസുമായി ഒരു തരത്തിലും ഞങ്ങൾക്ക് അദ്ദേഹവുമായി സൗഹാർദ്ദമില്ല, ഞങ്ങളുമായി സഹകരണമില്ല എന്ന് പ്രഖ്യാപിച്ചു മാറ്റി നിർത്തി എന്ന് കോൺഗ്രസ് പറയുന്നു. CPM പറയുന്നു അങ്ങനെയല്ല. കോൺഗ്രസിന്റെ MLA സ്ഥാനം കൂടി രാജിവെപ്പിക്കും എന്ന തരത്തിലുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെ, MLA സ്ഥാനം രാജിവെപ്പിക്കാൻ എന്താണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന നിയമവ്യവഹാരവുമായി ബന്ധപ്പെട്ട് ആ വ്യവഹാരത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയില്ല, അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ സ്വാഭാവികമായിട്ടും പാർട്ടി പറയും MLA സ്ഥാനം രാജിവെക്കാൻ പറയും. അപ്പൊ ആ സമയത്ത് രാജിവെക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും പിന്നെ ഇനി രാഹുൽ മാങ്കൂട്ടം, ഞാനൊരു സാങ്കല്പിക സാഹചര്യമാണ് പറയുന്നത്, മിക്കവാറും മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ മുൻകൂർ ജാമ്യം കിട്ടിയാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കേസ് വ്യവഹാരം തീരുന്നത് വരെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് രാഹുലിന് അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ കോൺഗ്രസിനെ കൂടെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. ഇനി മുൻകൂർ ജാമ്യം കിട്ടിയത് കൊണ്ട് കേസ് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ലല്ലോ, കേസ് കഴിയണമല്ലോ. അതുവരെയെങ്കിലും ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് രാഹുലിന് തുടരാൻ പറ്റില്ല.
പക്ഷെ അതല്ലല്ലോ നമ്മുടെ വിഷയം. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോ ഈ 8-ാം തീയതിയെങ്കിലും അത് ഹൈക്കോടതിയിലേക്ക് വരാനുള്ള സാധ്യത, ഇന്നിപ്പോ ചൊവ്വാഴ്ച നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ ബുധനാഴ്ച, നാളെ ഇത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. നാളെ അവിടെ എങ്ങനെയാണ്, അവിടുത്തെ സാധ്യത നമുക്ക് നാളെ മനസ്സിലാകും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ കേസ് മാറ്റിവെക്കും, അല്ലെങ്കിൽ അത് തള്ളുകയാണെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ മൂവ് ചെയ്യും. ഹൈക്കോടതിയിൽ മൂവ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടലിന് 8-ാം തീയതിയൊക്കെ ചിലപ്പോ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ കുറച്ചുകൂടി ഒരു തരംഗ സ്വഭാവം, കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗ സ്വഭാവം വരാനും സാധ്യതയുണ്ട്. കാരണം ഭരണകൂടം രാഹുൽ മാങ്കൂട്ടലിനെ വേട്ടയാടി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ കേസ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം CPM-ഓ സർക്കാരോ തന്നെ പ്രതിരോധത്തിലാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ സർക്കാർ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകില്ല എങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ ഏത് തരത്തിലാണ് പ്രചരിപ്പിക്കുക എന്നും ഏത് തരത്തിലുള്ള പ്രൊപ്പഗാൻഡ സ്വഭാവം പ്രകടിപ്പിക്കുമെന്നും അത് ഏത് നിലയ്ക്ക് ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നും ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 9-ാം തീയതിയും 11-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഇടയിൽ 8-ാം തീയതിയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം വന്നാൽ അതും നമ്മൾ ഈ പറയപ്പെടുന്ന പല പ്രവചനങ്ങളെയും പല വിലയിരുത്തലുകളെയും അതിനെയും കടത്തിവെട്ടുന്നതായി മാറാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. മേഘ ചോദിച്ച ആത്യന്തികമായ ചോദ്യത്തിലേക്ക് വന്നാൽ 2025-ലെ തദ്ദേശ, അപ്പൊ നമ്മൾ നടക്കാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2020-ൽ ഉണ്ടായതുപോലെയുള്ള ഒരു തൂത്തുവാരൽ വിജയം LDF-ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിപ്പോ ഈ കോർപ്പറേഷനുകളുടെ കാര്യത്തിലാകട്ടെ, ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിലാകട്ടെ, ഇനി ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിലാകട്ടെ, മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് 2020-ലെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം എന്ന് നമുക്ക് പറയാം. അതിനപ്പുറത്ത് ഇപ്പൊ NDA എത്രത്തോളം അവരുടെ ശക്തി അതിലേക്കാണ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം മാത്രമല്ല BJP-ക്കും സാന്നിധ്യമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രാദേശികമായ ഒരു ഘടകം അതിലുണ്ട്. ഈ വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളുടെ പുറത്ത് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ട്. അപ്പോൾ BJP-യുടെ സാന്നിധ്യം എത്രത്തോളം സാധ്യമാണ്? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ മോദി നേരിട്ട് കേരളത്തിലെത്തും, മോദി നേരിട്ട് വികസനം നടത്തുമെന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ എത്രത്തോളം BJP-ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനമുണ്ടാകും? എനിക്ക് സ്ഥാനമുണ്ടാകുമെന്നൊരു ചോദ്യമൊക്കെ വളരെ, എനിക്ക് തോന്നുന്നത് നമുക്കങ്ങനെ സ്ഥാനമുണ്ടാകുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും BJP ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ സ്ഥാനം ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അവര് ആ സ്ഥാനത്തിന് കരുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയോ ചെയ്യുകയാണ്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ 2020-ലെ ഒരു പെർഫോമൻസ്, BJP-യുടെ പെർഫോമൻസ് നോക്കിയാലും അങ്ങ് അതിഗംഭീരമായ വളർച്ച 2015-ൽ നിന്ന് പറയാനില്ല എങ്കിൽ പോലും BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ പിടിമുറുക്കുന്നത്, അതായത് ഇപ്പൊ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കാര്യം തന്നെ നോക്കൂ. പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നു. ഇപ്പൊ അവിടെയൊക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെ ആ മുനിസിപ്പാലിറ്റി കോൺഗ്രസ് പിടിച്ചെടുക്കാനുള്ള അതിശക്തമായ ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോയി അതിന്റെ അമരത്വം അല്ലെങ്കിൽ അതിന്റെ നെടുനായകത്വം വഹിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് മാങ്കൂട്ടത്തിന്റെ പ്രചാരണ രംഗത്ത് നിന്ന് പിന്നാക്കം പോകേണ്ടി വരുന്നു. പാലക്കാട് അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിനിടയിലൂടെ സംഭവിച്ചു എന്നൊക്കെയുള്ള ഗൂഢാലോചന സിദ്ധാന്തം പറയുന്നവരുടെ അവർക്ക് അതിന് കാരണമായി പാലക്കാട് അത്ര വലിയ ചലനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി ഞാൻ അതിൽ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചവർക്കൊക്കെ വേണ്ടി ഒരവസരം കിട്ടുന്നു, തിരിച്ച് എനിക്ക് അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ ഇളക്കി മറിച്ചത്. അപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പോലും എനിക്ക് തോന്നുന്നു വളരെ ശ്രദ്ധേയമായിട്ട് കേരളം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതുപോലെ BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് തുടങ്ങണം BJP-യുടെ പ്രതീക്ഷകളെ അങ്ങനെ നമ്മള് വിശകലനം ചെയ്യുമ്പോൾ. അവിടെ 35 സീറ്റുകൾ, അവിടുത്തെ ഒരു അവസ്ഥ നോക്കണം. ഒരു കോർപ്പറേഷനിൽ തിരുവനന്തപുരം പോലെയുള്ള ഏറ്റവും ഈ ഭരണ സ്ഥിരാകേന്ദ്രം കൂടി ഉൾപ്പെടുന്ന തിരുവനന്തപുരത്തെ 4 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ, അതെ 4 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ പൂർണ്ണമായുമുള്ള വാർഡുകളും പിന്നെ കോവളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ 4ഓ 5ഓ വാർഡുകളും ചേർന്നുള്ള ഒരു കോർപ്പറേഷൻ, ഒരു വലിയ സംവിധാനം. ആ സംവിധാനത്തിലെ ആകെയുള്ള 100 സീറ്റുകളിൽ
35 സീറ്റുകളാണ് കഴിഞ്ഞ 2020 BJP പിടിച്ചത്. 35 സീറ്റുകൾ. അപ്പൊ അവിടെ കോൺഗ്രസിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കണം. വെറും 10 സീറ്റുകളാണ്. കോൺഗ്രസിന് 10 സീറ്റുകൾ ഉള്ളിടത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 35 സീറ്റുകൾ പിടിച്ച് BJP കോൺഗ്രസിന് എത്രയോ മുൻപേ പറക്കുന്നു. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്രാവശ്യം BJP പിടിക്കുമെന്നുള്ള നിലയിലാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അദ്ദേഹം നേരിട്ടാണ് അവിടെ ഇറങ്ങി പയറ്റുന്നത്. അതടക്കമുള്ള അത്തരം ഇടങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയ മത്സരം നടക്കുന്നു. തിരുവനന്തപുരത്ത് ശബരിനാഥന്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹമായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശശി തരൂർ പറയുന്നത് പോലെ കോൺഗ്രസിന് വേണ്ടത് ഒരു മുഖമാണ്. അത്തരത്തിലൊരു മുഖം കോൺഗ്രസിന് കൊടുക്കുന്നില്ല, നേതൃത്വം കൊടുക്കുന്നില്ല എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷേ BJP-യിലേക്ക് വരുമ്പോൾ അവരെ നയിക്കാൻ, മുഖം കാണിക്കാൻ, ഇവരാണ് നയിക്കുന്നത് എന്ന് പറയാൻ അവർക്കൊരു സംഘടനാപരമായ ഒരു മേധാവിത്വമുണ്ട് അവിടെ. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് മുഖങ്ങളില്ല എന്നാണ്. എന്താണ് പ്രശ്നം? തിരുവനന്തപുരത്ത് ശരിയാണ്, കോൺഗ്രസ് ദുർബലമാണ്. അതുകൊണ്ടാണല്ലോ 10 സീറ്റിൽ നിൽക്കുന്നത്. അതെ, ശബരിനാഥനെ പോലെ അല്ല. ഇപ്രാവശ്യം ഏതായാലും ഇപ്പൊ 2020 അപേക്ഷിച്ച് 2025 എത്തുമ്പോൾ കോൺഗ്രസ് അവിടെ നില മെച്ചപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസ് അവിടെ നില മെച്ചപ്പെടുത്തുമ്പോൾ BJP അതേസമയം തന്നെ കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള അതിശക്തമായ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് ക്ഷീണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. 52 സീറ്റ് എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ ഭരിക്കണമെങ്കിൽ 51 സീറ്റെങ്കിലും കേവല ഭൂരിപക്ഷം വേണമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 52 സീറ്റിൽ നിന്ന് LDF-ന് എത്ര കുറയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൂട്ടാൻ ഉള്ള സാധ്യത അതായിരിക്കും LDF നോക്കുക. പക്ഷെ കൂട്ടാനുള്ള സാധ്യതയേക്കാൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-ന് സീറ്റ് കുറയാനുള്ള സാധ്യതയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഈ അനിശ്ചിതത്വമായി പോകുമോ? കഴിഞ്ഞ തവണ തൃശ്ശൂർ കോർപ്പറേഷൻ സംഭവിച്ച പോലെ തൂക്കെന്ന് പറയാൻ പറ്റില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മേയറാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതുപോലെ ഈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാര്യം ഈ BJP അതുപോലെ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നു. നില മെച്ചപ്പെടുത്താൻ കോർപ്പറേഷൻ പിടിക്കാൻ എന്നാണ് കേട്ടോ. കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് 10 സീറ്റിൽ നിന്ന് ഇനി അവർക്ക് 41 സീറ്റ് കുറഞ്ഞത് വേണം. കൂടുതൽ വേണം. അതെ, കൂടുതൽ വേണം. അപ്പോഴാണ് അവർക്ക് കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ ശബരിനാഥനെ കൂടി ഇറക്കിക്കൊണ്ടുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെ UDF നിൽക്കുന്നു. നമ്മൾ BJP-യുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് മേഘ ഇടപെട്ടത്. അപ്പൊ BJP ഉറപ്പായിട്ടും നിർണായകമായ ശക്തിയാണ്. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലാണെങ്കിൽ നമുക്കറിയാം, നിയമം പോലെയുള്ള നിയമത്ത് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ പെടുന്ന നിയമത്ത് BJP നിർണായക ശക്തിയാണ്. 2016 കേരളത്തിലാദ്യമായി താമര വിരിയിച്ച അസംബ്ലി മണ്ഡലമാണ്. അതുപോലെ വട്ടിയൂർക്കാവിൽ BJP-ക്ക് നല്ല പേരുകളുണ്ട്. BJP ത്രികോണ മത്സരം നടക്കുന്ന ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതിന്റെ അണ്ടറിൽ വരുന്ന വാർഡുകൾ. അതുപോലെ കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്നു BJP. 2021 അതെ, ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികൾ എന്ന നിലയിലാണ് തിരുവനന്തപുരത്തും ശക്തമായ വേരുകളുണ്ട് BJP-ക്ക്. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന ആ നിലയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കും BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത്. അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന BJP-യുടെ പടയോട്ടത്തെ നമ്മൾ കാണണം. നിർണായക ശക്തിയായിട്ട് തന്നെ BJP ഇരു മുന്നണികൾക്കും എതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കുന്നു, അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാം. അതെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പത്തനംതിട്ട ജില്ലയെ പറ്റിയാണ്. പത്തനംതിട്ട ജില്ലയെ പറ്റി സംസാരിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലക്കാരാണ് പത്മകുമാറും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജും. അപ്പോൾ ഒരു വളരെ ട്വിസ്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജില്ല കൂടിയാണ്. പത്മകുമാറിന്റെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വൈകാരികമായ ശബരിമല പോലുള്ള വിഷയത്തിൽ കൈകടത്തിയ വ്യക്തി എന്ന നിലയിലും LDF തക്ക നടപടി എടുത്തിട്ടില്ല എന്നുള്ള നിലയിലും അത് വലിയൊരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പാലക്കാടാണെങ്കിൽ പോലും പത്തനംതിട്ട ജില്ലക്കാരനാണ് എന്നുള്ളൊരു കാര്യം അവിടെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പിന്റെ സ്ഥിതി വളരെ മോശമാണ് എന്നുള്ള നിലയിൽ വീണ ജോർജ് ഉള്ളത് കൊണ്ട് തന്നെ അതും ഒരു സാധ്യത തന്നെയാണ്. അതുപോലെ തന്നെ ശബരിമല വിഷയം BJP ഒരു പൊളിറ്റിക്കൽ ആയുധമാക്കി എടുക്കാനും താഴെത്തട്ടിലിറങ്ങി അതൊരു വോട്ടാക്കി മാറ്റാനുമുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞ സാഹചര്യത്തിലാണ് പത്തനംതിട്ട ഇപ്പോഴുള്ളത്. എങ്ങനെയായിരിക്കും പത്തനംതിട്ടയുടെ സാന്നിധ്യമെന്ന് താങ്കൾ വിലയിരുത്തുന്നത്?
മേഘ, സ്വാഭാവികമായിട്ടും പത്തനംതിട്ട ജില്ല ശ്രദ്ധാകേന്ദ്രമാകും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശബരിമല പത്തനംതിട്ട ജില്ലയിലാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ബലാബലം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന്. മാത്രമല്ല, ഇപ്പോ മേഘ ചൂണ്ടിക്കാട്ടിയ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ പത്മകുമാർ ആ ജില്ലക്കാരനാണ്, അതുപോലെ വീണ ജോർജിന്റെ കാര്യം അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ജില്ലക്കാരനാണ് എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം സാങ്കേതികമായിട്ട് ഇത് പോളിംഗിനെ നേരിട്ട്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇതിൽ ചില ഘടകങ്ങൾ നേരിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പത്മകുമാറിന്റെ കാര്യമാണ്, ശബരിമലയുടെ കാര്യമാണ്. ഇപ്പൊ പത്തനംതിട്ട എന്ന് പറയുമ്പോൾ പത്തനംതിട്ട കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പത്തനംതിട്ട അത്രയും വലിയൊരു മേൽക്കൈ LDF-ന് അവകാശപ്പെടാനില്ല മറ്റ് ചില ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എങ്കിലും പത്തനംതിട്ടയിൽ വലിയൊരു പരിക്ക് LDF-ന് ഉണ്ടാകും എന്ന് നമുക്കിപ്പോ കരുതാൻ പറ്റുന്നില്ല. പക്ഷെ 2020 ഉണ്ടായ അത്രയും വലിയ ഒരു 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 മേൽക്കൈ അവിടെ പത്തനംതിട്ടയിൽ പൊതുവെ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിലാകട്ടെ, മൊത്തത്തിൽ പത്തനംതിട്ട ജില്ല എന്ന നിലയിൽ ഒരു പെർഫോമൻസിൽ ചിലപ്പോൾ LDF-ന് തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തു വെക്കുമ്പോൾ, ഇതൊക്കെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ചർച്ചയ്ക്ക് വരുന്നത് എങ്കിൽ അവിടെ LDF-ന് വ്യക്തമായും ഈ പറയപ്പെടുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലക്കാരനായി പോയതുകൊണ്ട്, അദ്ദേഹത്തിന്റെ വീട് അവിടെയായി പോയതുകൊണ്ട്, അദ്ദേഹം ഒരു കേസിൽ പെട്ടതുകൊണ്ട് എങ്കിൽ ഞങ്ങള് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നില്ല എന്ന് അവിടെ ഒരു സമ്മതിദായകനും കരുതേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ കോൺഗ്രസ് മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരൻ ഇപ്പൊ നിലവിൽ കോൺഗ്രസ് ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുകയായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം പത്തനംതിട്ട ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം ഉണ്ടാകുന്നത് മാത്രമല്ല, ഈ മാങ്കൂട്ടത്തിൽ വേട്ട എന്ന നിലയിലോ മറ്റോ ജനങ്ങൾക്കിടയിൽ ഒരു മാനസികാവസ്ഥ, പൊതു മാനസികാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും UDF-ന് ഗുണകരമാകാനാണ് സാധ്യത പത്തനംതിട്ട ജില്ലയിൽ എന്നാണ് തോന്നുന്നത്. ശരി, നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, മസാല ബോണ്ട് കേസ്. മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ED നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇടതുപക്ഷം ഇതിനെ ന്യായീകരിക്കുന്നത് രാഷ്ട്രീയ അട്ടിമറി നടത്താനായി ED ഇടപെട്ടു, കേന്ദ്രം എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലാണ്. എത്രത്തോളം ഇതും ഉറപ്പായും തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകില്ലേ? ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ മസാല ബോണ്ടൊക്കെ എത്രമാത്രം ജനങ്ങളെ ചർച്ച ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോ ഒരു വാർഡിൽ ഇപ്പൊ ഞാൻ പ്രതിനിധാനം ചെയ്ത എനിക്ക് വോട്ടുള്ള കൊല്ലം ജില്ലയിലെ ചടയമംഗലം മെയിൻ വാർഡിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അതിന്റെ ഏകദേശം വോട്ടർമാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്, വൈകാരികമായിട്ട് പിന്നെ സ്ഥാനാർത്ഥി ഇന്നയാളാണ് ഇങ്ങനെയൊക്കെയാണ്. പൊളിറ്റിക്കലായിട്ട് നമ്മൾ വോട്ട് ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകം തന്നെ നമ്മളൊരു ഈ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം ആർക്കടിക്കണം, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ED വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ വോട്ടൊന്ന് മാറ്റിയാലോ എന്നൊക്കെ ആലോചിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ മസാല ബോണ്ട് പോലെയുള്ള വിഷയങ്ങൾ പ്രത്യക്ഷത്തിൽ അങ്ങ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടിയാകുമെന്നൊക്കെ നമ്മൾ വിലയിരുത്താൻ അത്രയും സെൻസിറ്റീവായി വോട്ടർമാർ എടുക്കുന്ന ഒരു വിഷയമാണോ ഈ വിഷയം? ഒരു പൊളിറ്റിക്കൽ വെപ്പണായി ഉപയോഗിക്കാൻ അഴിമതി, ഇപ്പോൾ മസാല ബോണ്ട് എന്താണെന്ന് പലർക്കും അറിയില്ല, എന്താണ് മസാല ബോണ്ട് എന്ന് ആർക്കും അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പിണറായി വിജയൻ അഴിമതി കാണിച്ചു, അതിൽ ED നോട്ടീസ് നൽകിയെന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ വെപ്പണായി യൂസ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇതിൽ ഉള്ളതെന്ന് തോന്നുന്നു. അത് വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. അത് ED വരുമ്പോഴേക്കും അവർ പറയുന്ന സംഭവമാണല്ലോ. പിണറായി വിജയന്റെ ഒരു രീതി അറിയാമല്ലോ. കേന്ദ്ര ഏജൻസി ഇങ്ങോട്ട് കേസെടുത്ത് നമ്മൾ അങ്ങോട്ട് കേസെടുക്കും എന്ന് പറയുന്ന കക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-ഓ പറയാൻ സാധ്യതയുള്ളത് അത്തരത്തിലുള്ള ഏത് ആക്ഷേപം വന്നാലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അപ്പൊ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടിച്ചു കയറുന്നു ഇങ്ങനൊരു വിഷയത്തിലേക്ക്, അത് കേന്ദ്രം BJP സർക്കാർ അവിടെ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു വിടുന്നതാണ് എന്ന് തന്നെയാണ് കൃത്യമായിട്ടും പറയാൻ സാധ്യതയുള്ളത്. പിണറായി വിജയൻ മാത്രമല്ല, അതുപോലെ കേരളത്തിലെ LDF-കാരൊക്കെയോ. അപ്പൊ ഇതൊന്നും നമുക്ക് ഒരു വീട്ടിൽ കയറി നമ്മൾ വോട്ട് ചോദിക്കുമ്പോഴത്തേക്ക്
മസാല ബോണ്ട് ഈ സഖാക്കൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു വീട്ടിൽ ചെന്ന് നമ്മൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരമ്മച്ചി ഇറങ്ങിയെന്ന് പറയണം ഒന്നുകിൽ, എടേ നിങ്ങൾ മസാല ബോണ്ടുമായിട്ട് വന്നിട്ട് ഇടി വന്നിട്ടുണ്ടല്ലോ എന്ന് സാധാരണ ഇതിൽ ഒരു സാധാരണ വീട്ടമ്മ പറയില്ല. പക്ഷെ ഇത് പറയും, എന്ത് എടാ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണവും കെട്ടുകൊണ്ട് പോയമാരല്ലടാ നീയൊക്കെ, നാണം ഉണ്ടോ നിനക്കൊക്കെ വരാൻ എന്ന് ചിലപ്പോ ചോദിക്കും. അല്ലെങ്കിൽ എടേ നിങ്ങളുടെ പാർട്ടിക്കാര് മാങ്കൂട്ടത്തിൽ ഗംഭീര കക്ഷിയാണല്ലേ, ഇപ്പൊ വരുന്ന വാർത്തകളൊക്കെ വെച്ചിട്ട് പെൺപിള്ളേർക്ക് ഉറക്കമില്ലെന്നാണല്ലോ, ഈ ലൈനിലൊക്കെ ചിലപ്പം ഒരു സാധാരണ വീട്ടമ്മ ചോദിച്ചേക്കാം. പക്ഷെ അതുപോലെ മസാല ബോണ്ട് അപ്പൊ അത് അങ്ങനെ പ്രത്യേകിച്ചും ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ നിലയ്ക്ക് പറഞ്ഞത് കേട്ടോ. അത് ഗൗരവ സ്വഭാവം കുറച്ചുകൊണ്ടല്ല, പക്ഷെ അത് പ്രത്യക്ഷത്തിൽ വലിയൊരു ഇമ്പാക്ട് ഒന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. അതിന് LDF അതുമായി ബന്ധപ്പെട്ട് ഇരവാദം മുഴക്കിയാലും അതല്ല UDF LDFനെതിരെ ഉള്ള UDFും BJPയും LDFനെതിരെയുള്ള രാഷ്ട്രീയ ആക്ഷേപമായി ഇങ്ങനെ, അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ പിന്നിലുള്ള അഴിമതി ആക്ഷേപമായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിന് വലിയ ഒരു പ്രാധാന്യം, റെലവൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. ശരി. അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം ബാലറ്റിൽ രേഖപ്പെടുത്തിയാൽ ഒരു UDF ഭരണം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഓക്കെ, മേഘാ.